ഞാൻ അവരെ ഒരിക്കലും കുറ്റപ്പെടുത്തുമല്ല കേട്ടോ, അങ്ങനെ ഞാൻ പറയത്തേ ഇല്ല. അത് അവരുടെ ജോലിയാണ്. ഞാൻ അങ്ങനെ ചെയ്തോ? ഇപ്പൊ അങ്ങനെ ചെയ്താൽ തന്നെ അതും എന്റെ ഇഷ്ടമല്ലേ? അത് ആരും അതിനകത്ത് ഇടപെടണം. ഞാൻ എന്ത് ഡ്രസ്സിന് അതൊക്കെ എന്റെ ഇഷ്ടമാണ്. ഞാൻ എന്ത് ചെയ്യണം, എന്ത് അഭിനയിക്കണം. കൊല്ലം സുധിച്ചേട്ടന്റെ ഭാര്യയായ രേണുസുധിയുടെ കുറെ ഇന്റർവ്യൂസ് ഇപ്പൊ സോഷ്യൽ മീഡിയ കാണാനിടയാവുണ്ട്. ഇതിനൊക്കെ തുറക്കം തന്നെ ഈ പറയുന്ന കൊല്ലം സുധിച്ചേട്ടൻ മരിച്ചതിന് ശേഷം രേണുസുധി സോഷ്യൽ മീഡിയയിൽ ഇറങ്ങുന്നു. അത് ശരിയാണ് അവർ പറയുന്നത്. എന്ന് വെച്ചാൽ വെറുതെ വീട്ടിൽ ഇരുന്നുകൊണ്ട് അവരെ വീട്ടിൽ അടപ്പ് പോയൊന്നുമില്ല. അവർക്ക് ജോലി വേണം, അവരെന്തെങ്കിലും ചെയ്യണം, അതൊക്കെ ഉണ്ടെങ്കിൽ അവർ കുടുംബം മുന്നോട്ട് കൊണ്ടുപോകുള്ളൂ. സഹായിക്കുന്നവർ എത്ര കാലം സഹായിക്കും, അതൊക്കെ ന്യായമാണ്. പക്ഷെ ഇവർ ഈ പൈസ ഉണ്ടാക്കുന്നത് ഏത് രീതിയിലാണ്, എങ്ങനെയാണ് എന്നതിനെ കുറിച്ചുള്ള ചോദ്യങ്ങൾ ഇപ്പൊ സോഷ്യൽ മീഡിയ നടക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഇവർ ഈ പൈസ ഉണ്ടാക്കാൻ കാണിക്കുന്ന കാട്ടായങ്ങൾ അല്ലെങ്കിൽ കാണിക്കുന്ന പ്രവൃത്തികളെ സോഷ്യൽ മീഡിയ ഒരുപാട് രീതിയിൽ ചോദ്യം ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഈ പറയുന്ന കൊല്ലം സുധിച്ചേട്ടന്റെ ഭാര്യയായ രേണുസുധിയും കൂടെ നമ്മുടെ ദാസേട്ടൻ കോഴിക്കോടും തമ്മിൽ ഉണ്ടായിരുന്ന ഒരു റീൽ വീഡിയോ വളരെയേറെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ടായിരുന്നു. അതിനോടനുബന്ധിച്ച് ഒരുപാട് പേര് വീഡിയോ ചെയ്തിരുന്നു, ഒരുപാട് പേര് വിമർശിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ അങ്ങനെ വിമർശിക്കാനൊന്നും ഉണ്ടായില്ല. എന്നാലും എനിക്ക് തോന്നിയ എന്റെ അഭിപ്രായങ്ങൾ ഞാൻ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഈ പറയുന്ന രേണുസുധിയായിട്ട് ഒരു ഫോട്ടോഷൂട്ട് വന്നപ്പോഴാണ് ഈ പറയുന്ന ആക്ഷേപങ്ങൾ അല്ലെങ്കിൽ ഈ പറയുന്ന പ്രതികരണങ്ങൾ ഒരുപാടായതും. എന്നാൽ ഇങ്ങനെ വരുന്ന വിഷയങ്ങളെ പരമാവധി കണ്ടില്ല എന്ന് പറഞ്ഞ് ഇട്ട് കളയുന്നതിന് പകരം രേണുസുധി അതൊരു ഒരു ചാൻസ് ആയിട്ട് എടുക്കുകയാണ്. എന്നിട്ട് അത് വെച്ചിട്ട് ഒരുപാട് ഇന്റർവ്യൂസ് കൊടുക്കുന്നുണ്ട് രേണുസുധി. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഇന്റർവ്യൂസ് കൊടുക്കുന്നത് എന്നുള്ളത് നമുക്ക് ബേക്കിലൂടെ സംസാരിക്കാം. ആദ്യം തന്നെ എന്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ സപ്പോർട്ടും നൽകാൻ ശ്രമിക്കുക. കൂടാതെ നമുക്ക് ഈ കഴിഞ്ഞ ദിവസം വന്ന ഇന്റർവ്യൂവിലെ ചില ഭാഗങ്ങൾ നമുക്ക് കാണാം. രേണുസുധിയുടെ ഇന്റർവ്യൂവിലെ ചില ഭാഗങ്ങൾ കണ്ടപ്പോൾ എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ മുമ്പൊക്കെ കണ്ടിരുന്ന ഒരു രേണുവിൽ നിന്നിട്ടും ഇന്നത്തെ രേണുവിലേക്ക് നോക്കുമ്പോൾ അമ്മാതിരി അഹങ്കാരമാണ് എനിക്ക് തോന്നുന്നത്. എന്റെ അഭിപ്രായമായിരിക്കില്ല വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക്. എന്തായാലും എന്റെ അഭിപ്രായം എന്താണെന്നുള്ളത് ഞാൻ ഈ ഇതിൽ ചില ക്ലിപ്പുകൾ വെക്കുന്നുണ്ട്. അത് കണ്ടതിന് ശേഷം നമുക്ക് തുടരാം. ആദ്യം തന്നെ നിങ്ങൾ ഇതൊന്ന് കണ്ടു നോക്ക്. ഈ ചേച്ചി തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇപ്പൊ ഞാൻ വെറുതെ വീട്ടിലിരുന്നെങ്കിൽ എനിക്കുള്ള ചെലവിന് ആരും കൊണ്ടുപോയി തരത്തില്ല. അപ്പൊ നിങ്ങൾ വിമർശിക്കുന്നവര് വിമർശിച്ചോളൂ, ഞാനിത് ചെയ്യും, എനിക്ക് എന്റെ ചെലവിന് കണ്ടെത്തിയേ പറ്റുള്ളൂ എന്ന്. അപ്പൊ ഈ വിമർശനങ്ങള്, അതായത് സുധിച്ചേട്ടന്റെ ഭാര്യ എങ്ങനെയൊക്കെ ചെയ്യുന്നു എന്ന് ഇപ്പോഴും പറയുന്ന ആളുകളോട് എന്താ? കച്ചവടമാക്കുന്നു. ഇവര് പറയുന്നത് കച്ചവടമാക്കുന്നു. എനിക്കൊരു യൂട്യൂബ് ചാനൽ പോലും ഇല്ല. ഈ കഴിഞ്ഞ ഇടയ്ക്ക് എല്ലാവരും പറഞ്ഞേ നിനക്ക് യൂട്യൂബ് ചാനൽ ഇല്ലേ? എനിക്കില്ല. പിന്നെ ഞാൻ ഏത് രീതിയിലാണ് കച്ചവടമാക്കുന്നത്? ഇൻസ്റ്റയിൽ എനിക്ക് പൈസ കിട്ടുന്നുണ്ടോ? ഇല്ല. ഫേസ്ബുക്കിൽ കിട്ടുന്നുണ്ടോ? ഇല്ല. പിന്നെ ഏത് രീതിയിലാണ് കച്ചവടമാക്കുന്നത് എനിക്കറിയത്തില്ല. പിന്നെ റീൽ ചെയ്യുന്നു നമ്മൾ പൈസയ്ക്കാണോ? അല്ല, അത് നമ്മുടെ ടൈം പാസ്. പിന്നെ പ്രൊഫഷണലായിട്ട് അഭിനയിക്കുന്നത്, നാടകമൊക്കെ അഭിനയിക്കുന്നത് നമ്മുടെ വരുമാന മാർഗം തന്നെയാണ്, അതുപോലെ പാഷനുമാണ്. അപ്പൊ രേണുസുധി പറയുന്നത് രേണുസുധി ഒന്നും കച്ചവടമാക്കുന്നില്ല. അതേപോലെ തന്നെ ഈ പറയുന്ന സോഷ്യൽ മീഡിയകളിൽ നിന്നൊന്നും പൈസ കിട്ടുന്നില്ല. അതേപോലെ തന്നെ യൂട്യൂബില്ല, ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് കാശ് കിട്ടുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഇൻസ്റ്റാഗ്രാമിൽ ചെയ്ത ഈയിടയ്ക്ക് കണ്ട ചില റീലുകളുടെ കടിയിൽ രേണുസുധി എന്ന് പറയുന്ന ഈ രേണു അങ്ങനെ തന്നെ പറയാം. സുധി എന്നുള്ള ചേട്ടന്റെ പേര് ഞാൻ വെട്ടിടാതിരുന്നു. വെട്ടെന്ന് വെച്ചാൽ എനിക്ക് പറയാൻ കുറച്ചും കൂടി സുഖമാകാൻ വേണ്ടിയാണ് രേണു എന്ന് പറയുന്ന പേര് ഉച്ചരിക്കുന്നത്. ആ റീലിന്റെ കടിയിലൊക്കെ ഇതിന്റെ ഫുൾ വിവരങ്ങൾ അറിയണമെങ്കിൽ അടുത്ത ഇന്റർവ്യൂ കാണുക എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ കണ്ടിരുന്നു. എത്ര പേര് ശ്രദ്ധിച്ചെന്നറിയില്ല. ഈ പറയുന്ന ഇന്റർവ്യൂകളൊന്നും ഫ്രീ ആയിട്ട് ഒരാൾക്കും കിട്ടുന്ന കാര്യങ്ങളൊന്നുമല്ല. ഇതുപോലെയുള്ള വിവാദങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ആ വിവാദങ്ങളിൽ പെടുന്ന ആൾക്കാരെ ഇന്റർവ്യൂ എടുക്കാൻ ഒരുപാട് ചാനലുകൾ വരും. ഈ ചാനലുകളൊക്കെ ഫ്രീ ആയിട്ടൊന്നും അല്ല ആരും ഇന്റർവ്യൂ എടുക്കുന്നത്. പരമാവധി നല്ല രീതിയിൽ വിവാദമായതും ഒരുപാട് പേര് അറിയാൻ ആഗ്രഹിക്കുന്നതുമായ കാര്യങ്ങൾ കാണാൻ ഒരുപാട് ആൾക്കാരുണ്ടാവും. അങ്ങനെ ഒരുപാട് ആൾക്കാരുള്ള വിഷയമാണെങ്കിൽ ആ ഇന്റർവ്യൂ എടുക്കാൻ വരുന്നവർ ആരാണോ വിവാദ പുള്ളികൾ അവർക്ക് കുറച്ച് കാശൊക്കെ കൊടുക്കും. എന്നിട്ട് അവരുടെ ആ ചാനലിനായിട്ട് കണക്ട് ആയി അല്ലെങ്കിൽ സംസാരിക്കാനൊക്കെ പറഞ്ഞേ ചെല്ലുള്ളൂ. അപ്പൊ ഈ ഇന്റർവ്യൂ വഴി കാശ് കിട്ടുന്നുണ്ട്. അപ്പൊ ഈ വിവാദങ്ങൾ വഴി കാശ് കിട്ടുന്നു എന്നർത്ഥം. സോഷ്യൽ മീഡിയയിൽ യൂട്യൂബിൽ നിന്ന് കാശ് കിട്ടുന്നില്ല, ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് കാശ് കിട്ടുന്നില്ല. പക്ഷെ ഇതിലൊക്കെ വരുന്ന വീഡിയോസുകൾ വിവാദമാകുന്നത് കൊണ്ട് ഈ വിവാദങ്ങളെ വെച്ച് കാശുണ്ടാക്കുന്ന ചാനലുകാർ ഇവർക്ക് കാശ് കൊടുക്കുന്നുണ്ട് എന്നാണ് എൻ്റെ ഒരു അറിവ്. അപ്പൊ ഈ കാശിന് വേണ്ടി വിവാദങ്ങൾ സ്വയം ഉണ്ടാക്കുന്ന പോലെയാണ് പല ഇന്റർവ്യൂസ് കാണുമ്പോഴും എനിക്ക് തോന്നുന്നത്. എന്റെ മാത്രം അഭിപ്രായമാണ്. കാശിനില്ലാതെ നമ്മൾ ഒരു കാര്യത്തിൽ നമ്മൾ ചെയ്യില്ലല്ലോ, നമുക്കൊരു ഇഷ്ടം വേണ്ടേ. സോ ഇവരൊക്കെ ഇനി വിമർശിച്ചുകൊണ്ടിരിക്കട്ടെ. ഇനി മുന്നോട്ട് ഇനിയും എയറിലാകാനുള്ളതോ നമുക്കറിയില്ലല്ലോ. എന്ത് പ്രോജക്റ്റ് വന്നാലും എയറിലാകാനുള്ള പ്രോജക്റ്റ് എന്നല്ല ഞാൻ പറഞ്ഞത്. ഞാൻ എന്ത് ചെയ്താലും ഇങ്ങനെ ആയിപ്പോ, ഞാൻ എന്ത് ചെയ്യും? അതിന് എന്റെ കുറ്റമല്ല. സോ എന്ത് പ്രോജക്റ്റ് വന്നാലും എനിക്ക് കംഫോർട്ടാണെങ്കിൽ ഞാൻ ഞാൻ ചെയ്തിരിക്കും. അത് എന്ത് വേഷമാണെങ്കിലും എനിക്ക് കംഫോർട്ടാകണം. ശരിയാണ് ഇവർ പറയുന്നത്. ഇവർക്ക് ഏത് വേഷം ധരിക്കാം, എന്തും ചെയ്യാം. എന്ന് വെച്ചാൽ നമ്മളെ ഈ പറയുന്ന ഇന്ത്യ മഹാരാജ്യത്തിൽ എല്ലാവർക്കും സ്വാതന്ത്ര്യമുള്ള നാടാണ്. അതിനാണല്ലോ നമുക്ക് കഷ്ടപ്പെട്ട് സ്വാതന്ത്ര്യം നേടി തന്നിരിക്കുന്നത്. പക്ഷേ ഈ പറയുന്ന രേണു എന്ന് പറയുന്ന വ്യക്തിയെ സത്യം പറഞ്ഞ സോഷ്യൽ മീഡിയ അറിയുന്നത് ആ രേണുവിന്റെ പിന്നീട് സുധി എന്നുള്ള പേരുള്ളതുകൊണ്ടാണ്. കൊല്ലം സുധി. അദ്ദേഹം മരിക്കുന്നത് വരെയും അത്ര വലിയ ഫേമസ് ഒന്നും അല്ലെങ്കിൽ പോലും മരിച്ചതിന് ശേഷം ഒരുപാട് പേര് അദ്ദേഹത്തിന് അറിഞ്ഞു. ഒരുപാട് പേര് മരിച്ചതിന് ശേഷമാണ് സത്യം പറഞ്ഞാൽ അദ്ദേഹത്തിന് ശ്രദ്ധിച്ചു തുടങ്ങുന്നതല്ല. കാരണം അത്രയും കഷ്ടപ്പാട്, അത്ര വേദന, അത്രയും പ്രയാസങ്ങളിൽ നിന്നിട്ടും ഇത്രയും ആൾക്കാരെ ചിരിപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നത് തന്നെയാണ് അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇപ്പോൾ സ്നേഹിക്കാൻ കാരണമായത്. അദ്ദേഹത്തിന്റെ ഭാര്യയിൽ നിന്നിട്ടും ഇതുപോലെയുള്ള കാര്യങ്ങൾ കാണുമ്പോൾ അത് അദ്ദേഹത്തിന് ഇഷ്ടമുള്ളവർക്ക് പലപ്പോഴും വേദന ഉണ്ടാക്കും.
ആ വേദന ആ വിഷമമാണ് ഈ പറയുന്ന ആൾക്കാരൊക്കെ ഇവരുടെ ഈ വീഡിയോസിന്റെ കടി വന്ന് രേഖപ്പെടുത്തുന്നത്. പിന്നെ ചില നരമ്പുകൾ ഉണ്ടാവും എന്ത് കണ്ടാലും വിമർശിക്കാൻ. അങ്ങനെയുള്ള ആൾക്കാരല്ല ഞാൻ ഉൾപ്പെടുത്തിയത്. ഈ പറയുന്ന രേണു എന്ന് പറയുന്ന ലേഡിയെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് അമ്മമാരുണ്ടാവും. ഈ കൊല്ലം സുധി എന്ന് പറയുന്ന വ്യക്തിയെ ഇഷ്ടമുള്ളത് കൊണ്ട് രേണുവിൽ ഇഷ്ടം കാണിക്കുന്ന അല്ലെങ്കിൽ രേണുവിന്റെ വീഡിയോസ് കാണുന്ന ആൾക്കാരുണ്ടാവും. അപ്പൊ അവർക്കൊക്കെ അവര് ചിന്തിക്കുന്നതിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ട് അല്ലെങ്കിൽ അവർക്ക് മോശം എന്ന് കാണുന്ന രീതിയിലുള്ള പല കാര്യങ്ങളും കാണുമ്പോൾ അതിനെ വിമർശിക്കും. ഇപ്പൊ ഈ പറയുന്ന പോലെ തന്നെ ദാസേടൻ കോഴിക്കോടുമായിട്ടുള്ള ഒരു റീൽ വീഡിയോ നമ്മൾ കണ്ടിരുന്നു. ആ റീൽ വീഡിയോ കാണുന്ന സമയത്ത് ശരിയാണ്, സിനിമയിൽ ഈ പറയുന്ന ദിലീപും മറ്റേ ലേഡിയും കൂടി അഭിനയിച്ച രംഗങ്ങൾ തന്നെയാണ് ഇവർ അഭിനയിക്കുന്നത്, ഇല്ലെന്നൊന്നല്ല പറയുന്നത്. പക്ഷെ അതൊരു സിനിമയായിട്ട് കാണുന്നു, ഇതൊരു റീലായിട്ട് കാണുന്നതിനേക്കാൾ കൂടുതൽ പലരും റിയൽ ആയിട്ടാണ് ചിന്തിക്കുന്നത്. എന്ന് വെച്ചാൽ അവർക്ക് അറിയാവുന്ന രണ്ടുപേര്, അവർ കൂടെയുള്ള രണ്ടുപേര്, അവർ വീട്ടിലുള്ള രണ്ടുപേര് എന്ന രീതിയിൽ കാണുന്ന പല ആൾക്കാരെയും ഇതുപോലെ കൂടി കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു വിഷമമൊക്കെ ആയിരിക്കും ചിലപ്പോൾ അവർ ഈ പറയുന്ന സോഷ്യൽ മീഡിയ കൂടി രേഖപ്പെടുത്തുന്നത്. അപ്പൊ അതും കൂടി നമ്മൾ ഉൾക്കൊള്ളുക എന്നതും കൂടി ഉണ്ട്. അതാണല്ല ഒരു ഇത് ഏത്. അതെ, ദാസേന്റെ കൂടെ ഇഴുകി ചേർന്ന് അഭിനയിച്ചു എന്നൊക്കെ പറഞ്ഞുള്ള കമന്റുകൾ ഉണ്ടല്ലോ. ഇഴുകി ചേർന്ന് അഭിനയിച്ചതാണ് പ്രശ്നം. അതായത് അയ്യോ സുധിച്ചേട്ടനുള്ളപ്പോ ആരെ കൊണ്ടും തൊടിയിപ്പിക്കാതെ കാത്തു സൂക്ഷിച്ചുകൊണ്ടിരുന്ന രേണു ഇപ്പൊ ഇതാ ദാസേന്റെ കൂടെ അഭിനയിക്കുന്നു എന്നൊക്കെ പറയുന്നു. തൊട്ട് അഭിനയിക്കേണ്ട സ്ഥാനത്ത് തൊട്ട് അഭിനയിക്കണമെങ്കിൽ ഞാൻ അഭിനയിക്കും. അത് എന്റെ കംഫോർട്ടാണ്. അത് ഈ നാട്ടുകാരും ആര് പറഞ്ഞിട്ട് ഞാൻ കേൾക്കത്തില്ല. കാരണം ഞാൻ കുറച്ച് പേരുടെ പേര് പറഞ്ഞു. എൻ്റെ അമ്മ, എൻ്റെ അച്ഛൻ, എൻ്റെ ചേച്ചി, ചേട്ടന്റെ വൈഫ്, എൻ്റെ മൂത്ത മോൻ, ചേട്ടന്റെ വൈഫ്, സുചേട്ടന്റെ ഫാമിലി, അങ്ങനെ ഞാൻ കാണുന്നത്. ഇവരോട് ഇത്രയും പേരോട് ഞാൻ കാര്യം പറഞ്ഞിട്ടാണ് ഞാൻ എന്ത് അഭിനയിക്കുന്നത്. വേറെ ആരെ ഞാൻ എന്തിനാ നോക്കുന്നത്? ഇളയ കുഞ്ഞിനെ ഒന്നും അറിയത്തില്ല. ഈ വർത്തമാനം കാണുമ്പോൾ അല്ലെങ്കിൽ ഈ രീതിയിലുള്ള ആറ്റിറ്റ്യൂഡ് കാണുമ്പോഴാണ് സത്യം പറഞ്ഞാൽ പലർക്കും കുരു പൊട്ടുന്നത്. കാരണം ഒരു സമയത്ത് ഈ കൊല്ലം സുധിച്ചേട്ടൻ മരിച്ച സമയത്തൊക്കെ നമ്മൾ കണ്ടിരുന്ന ഒരു രേണുണ്ട്. ഈ പറയുന്ന കൊല്ലം സുധിച്ചേട്ടന്റെ ഭാര്യ രേണു സുധി ഈ പറയുന്ന ഓരോ റീൽ വീഡിയോ ചെയ്യുമ്പോൾ തൊട്ടടുത്ത് ഈ പറയുന്ന കൊല്ലം സുധിച്ചേട്ടന്റെ ഫോട്ടോ വെച്ചിട്ട് അത് നോക്കി വീഡിയോ ചെയ്യുന്ന ഒരു സുധി പോട്ടെ രേണു. അപ്പൊ അതിൽ നിന്നിട്ടും ഇതുപോലെയുള്ള ധിക്കാരത്തോടുകൂടി അഹങ്കാരത്തോടു കൂടിയുള്ള ഒരു വർത്തമാനം കേൾക്കുമ്പോഴാണ് പലരും ഇത് പ്രതികരിക്കുന്നത്. അല്ല, നിങ്ങൾക്ക് തോന്നിയില്ലേ ഈ ഡയലോഗ് കണ്ടപ്പോ? ശരിയാണ്, ഇവർക്ക് ഈ പറയുന്ന അഭിപ്രായം കേൾക്കേണ്ട അവരുടെ മാത്രമാണ്, ഈ പറയുന്ന കുടുംബത്തിലുള്ള ആൾക്കാരെ മാത്രമാണ്. പക്ഷെ കുടുംബത്തിലുള്ള ആൾക്കാരെക്കാൾ കൂടുതൽ ഈ പറയുന്ന വ്യക്തികളെ സ്നേഹിച്ചിട്ടുള്ള പുറത്തുള്ള ആൾക്കാരാണ്. ഇപ്പൊ ഈ രേണുവിനെ ഇത് പറയുന്നുണ്ട്, കൊറോണ സമയത്തൊക്കെ ഇവർ കഷ്ടപ്പെട്ട കാര്യത്തെ കുറിച്ച് പറയുന്നുണ്ട്. ആ സമയത്തൊന്നും കുടുംബക്കാരുണ്ടായിരുന്നില്ലല്ലോ, നാട്ടുകാരുണ്ടായിരുന്നില്ല എന്നല്ല, പക്ഷെ കുടുംബക്കാരുണ്ടായിരുന്നില്ല. പക്ഷെ ഈ വ്യക്തിയെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേര് കൂടെ ഉണ്ടായിരുന്നില്ല. ഈ കൂടെ ഉണ്ടായിരുന്ന പേർക്കാണ് സത്യം പറഞ്ഞാൽ ഇതൊക്കെ കാണുമ്പോൾ ഒരു വിഷമം വരുന്നത്. ആ വിഷമം ഉണ്ടാവുന്നതിന് കാരണം വെച്ചാൽ കൊല്ലം സുധിച്ചേട്ടൻ ഇപ്പൊ ജീവനോട് ഇല്ല എന്നതാണ്. അപ്പോ ചിലരുടെ പ്രശ്നം എന്ന് പറയുന്നത് നീ എന്ത് വേണേലും ചെയ്തോ, ആ സുധിച്ചേട്ടന്റെ ഫോട്ടോ ഒന്ന് പ്രൊഫൈലിൽ നിന്ന് മാറ്റിയിട്ട് നീ എന്ത് വേണേലും ചെയ്തു എന്ന് പറയുന്നവരുണ്ട്. മാറ്റാ എന്നാ ഈ പറയുന്നവന്റെ ഫോട്ടോ എങ്ങനെയാ ഞാൻ വെക്കാം. ഇവിടെ ഞാൻ സുധിച്ചേട്ടന്റെ വൈഫാണ്. ഇന്നും ഞങ്ങൾ നിയമപരമായിട്ട് കല്യാണം കഴിച്ചവരാണ്. ഞങ്ങൾ മെയ് 7 2017 മെയ് 7 ഞങ്ങൾ രണ്ടുപേരും നിയമപരമായിട്ട് കല്യാണം കഴിച്ചവരാണ്. ഞാൻ വേറെ ഒരാളെ കെട്ടിയില്ല. എനിക്ക് വേണമെങ്കിൽ എന്തൊക്കെ കെട്ടാൻ പറ്റത്തില്ലേ? പക്ഷെ ഞാൻ കെട്ടിയിട്ടില്ല. ഞാൻ സുധിച്ചേട്ടന്റെ വൈഫാണ്. 10ഉം 12ഉം കെട്ടി നടക്കുന്നവർക്ക് വിഷയമില്ലല്ലോ. ഇതിപ്പോ അപ്പം ഞാൻ എന്റെ കെട്ടിയവന്റെ ഫോട്ടോ ഞാൻ ചിലപ്പോ എനിക്ക് തോന്നുന്നു ഇത് മാറ്റിയിട്ട് എന്റെ മാത്രമേ ഉള്ളൂ എനിക്ക് തോന്നുന്നു, അത് ഞാൻ ചെയ്യും. അത് എന്റെ ഇഷ്ടമാണ്. ഈ നാട്ടുകാർ പറഞ്ഞിട്ടാണോ ഞാൻ ചെയ്യുക? അവരോട് പറയാം അവരുടെ പ്രൊഫൈൽ മാറ്റാൻ, അവർ മാറ്റുമോ? ഇല്ലല്ലോ. ഇതൊക്കെ എന്റെ ഇഷ്ടത്തിൽപ്പെട്ട കാര്യം, എന്റെ പേഴ്സണൽ കാര്യമാണ്. സോ അന്ന് ഞാൻ മൈൻഡ് ചെയ്യാറില്ല. അത് ഞാൻ ഇഷ്ടം പോലെ കമന്റ് വരുന്നുണ്ട്. ഒരു കാര്യം മാത്രം മനസ്സിലാക്കിയാൽ മതി, രേണു സുധി സത്യം പറഞ്ഞാൽ നിങ്ങളെ എല്ലാം ഇഷ്ടപ്പെടുന്നത്. നിങ്ങളെ സത്യം പറഞ്ഞാൽ അറിയുന്നത് തന്നെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ കൊല്ലം സുധി എന്ന് പറയുന്ന ഒരു വ്യക്തിയിൽ നിന്നിട്ടാണ്. ആ വ്യക്തിയാണ് ജനങ്ങൾ അറിയുന്നതും ആ വ്യക്തിയാണ് ജനങ്ങൾ ഇഷ്ടപ്പെടുന്നതും. അതിൽ നിന്നിട്ടുള്ള ഇഷ്ടമാണ് സത്യം പറഞ്ഞാൽ നിങ്ങളിലേക്ക് വന്നത്. അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ കുട്ടിയെ നിങ്ങൾ സ്വന്തം കുട്ടിയെ പോലെ നോക്കുന്നു. ഇതിലൊക്കെ നിന്നിട്ടൊരു സെന്റിമെന്റ്സ് ആവട്ടെ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഫീലിങ്സും കൂടിയാണ് നിങ്ങളോട് ജനങ്ങൾക്ക് തോന്നിയത്. പക്ഷെ പോകെ പോകെ നിങ്ങളുടെ ഓരോ രീതികൾ കാണുമ്പോൾ പലർക്കും അത് ദേഷ്യമായിട്ട് വരുന്നതിന് കാരണം തന്നെ ഈ കൊല്ലം സുധിച്ചേട്ടന് ഇഷ്ടമുള്ളത് കൊണ്ടാണ്. അല്ലാതെ നിങ്ങളോട് വൈരാഗ്യം ഉള്ളത് കൊണ്ടൊന്നും ആയിരിക്കില്ല എന്നല്ല, എല്ലാം എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. ഞാൻ മുമ്പ് ഈ കൊല്ലം സുധിച്ചേട്ടൻ മരിച്ച സമയത്തൊക്കെ ഞാൻ സംസാരിച്ചിട്ടുണ്ട്. ചെയ്ത വീഡിയോയിൽ നിങ്ങൾക്കറിയാം. കൊല്ലം സുധിച്ചേട്ടൻ ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ളതാണ്, നമ്മൾ സംസാരിച്ചിട്ടുള്ളതാണ്. ഈ പറയുന്ന തന്നെ ഇളയ കുട്ടി ജനിക്കാൻ നേരത്ത് അദ്ദേഹം ഈ പറയുന്ന ഒരു വർക്ക് കഴിഞ്ഞിട്ട് നട്ടപാതിരാത്രിയൊക്കെ നമ്മുടെ കടയിൽ വന്ന് ഫുഡ് കഴിച്ച കാര്യമൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ മുമ്പത്തെ വീഡിയോസിലൊക്കെ അത് കിടക്കുന്നുണ്ട്. കാരണം അത്രത്തോളം സ്നേഹിച്ച ഒരു വ്യക്തിയാണ് കൊല്ലം സുധിച്ചേട്ടൻ, ഈ പറയുന്ന രേണുവിനൊക്കെ. അപ്പം അത് ആ വ്യക്തി അറിയുന്നവർക്കും ആ വ്യക്തിയെ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്. അപ്പം അങ്ങനെ ഒരു ഭാര്യയിൽ നിന്നിട്ടും ആ ഭർത്താവ് മരിച്ചതിന് ശേഷം ഇതുപോലെയുള്ള രീതിയിലുള്ള അഭിനയങ്ങളും കാര്യങ്ങളും കാണുമ്പോൾ അല്ലെങ്കിൽ ഇതേപോലെയുള്ള ആറ്റിറ്റ്യൂഡ് കാണുമ്പോഴൊക്കെ ഉണ്ടാകുന്ന ജനങ്ങളുടെ ഒരു വിഷമവും ആ കൊല്ലം സുധിച്ചേട്ടനുള്ള ഒരു സ്നേഹവുമാണ് സത്യം പറഞ്ഞാൽ ഇവർക്കെതിരെയുള്ള ഇപ്പം ഈ വരുന്ന വിമർശനങ്ങൾക്കൊക്കെ അടിത്തറ.
സുധിച്ചേട്ടൻ്റെ പ്രൊഫൈൽ മാറ്റിയിട്ട് വേണ്ടേ നിന്റെ ഈ അഴിഞ്ഞാട്ടം? എന്താ അഴിഞ്ഞാട്? ഞാൻ അഴിഞ്ഞാടിയോ? ഞാൻ അഭിനയിച്ചതല്ലേ. ഞാൻ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞ പോലെ, ഞാൻ പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്ക് ഓർമ്മയില്ല, എവിടെ പറഞ്ഞു, ബിക്കിനി ഷൂട്ട് ചെയ്യുന്ന ആർട്ടിസ്റ്റുകളില്ലേ, ഞാൻ അവരെ ഒരിക്കലും കുറ്റപ്പെടുത്തുമല്ലോ കേട്ടോ. അങ്ങനെ ഞാൻ പറയത്തേ ഇല്ല. അത് അവരുടെ ജോലിയാണ്. ഞാൻ അങ്ങനെ ചെയ്തോ? ഇപ്പൊ അങ്ങനെ ചെയ്താൽ തന്നെ അതും എൻ്റെ ഇഷ്ടമല്ലേ. അത് ആരും അതിനകത്ത് ഇടപെടണം. ഞാൻ എന്ത് ഡ്രസ്സിന്, അതൊക്കെ എൻ്റെ ഇഷ്ടമാണ്. ഞാൻ എന്ത് ചെയ്യണം, എന്ത് അഭിനയിക്കണം, ഞാനും ഒരു മനുഷ്യനാണ്. ഈ ഒരു ഇന്ത്യ ഭൂഖണ്ഡത്തിൽ അല്ലേ, അങ്ങനെയാണോ പറയുന്നത്, അവിടെ ജീവിക്കുന്ന ഒരു ജീവിയാണ് ഭൂമിയിൽ ജീവിക്കുന്നത്. അതൊക്കെ എൻ്റെ അവകാശത്തിൽപ്പെട്ട കാര്യമല്ലേ. പിന്നെ എന്തിനാണ് ഇവറ്റകൾ ഇങ്ങനെ കിടന്ന് പറയുന്നത്? എനിക്കറിയത്തില്ല. കഴിഞ്ഞ ദിവസം ഒരു കമന്റ്, ഒരു പെണ്ണാണ്, അതൊരു പ്രൊഫൈൽ ഒറിജിനലാണ്. നീ സുധിച്ചേട്ടനോട് ഉണ്ടായിരുന്നപ്പോൾ നീ പിച്ചക്കാരിയായിട്ട് നടന്നു, ഇപ്പം നീ എന്നെ ഇങ്ങനെ നടക്കുന്നത്? അതിന് ഇവരാണോ കണ്ടത്? എന്നെ സുധിച്ചേട്ടൻ പിച്ചക്കാരിയായിട്ട് നടത്തിയെന്ന് ഇവരാണോ കാണുന്നത്? ഞാൻ ലാസ്റ്റ് എനിക്ക് റിപ്ലൈ കൊടുത്ത് മടുത്ത് ഞാൻ ബ്ലോക്ക് ചെയ്തു. എനിക്ക് ഇനി വയ്യ റിപ്ലൈ കൊടുത്തു. ഈ ഇന്റർവ്യൂ മുഴുവനായിട്ട് കണ്ടായിരുന്നു നിങ്ങൾക്ക് മനസ്സിലാവും. ഈ കമന്റ്സ് ഇടുന്ന ചില ആൾക്കാർക്കെതിരെ കേസ് കൊടുത്തെന്നൊക്കെ പറയുന്നത് കേൾക്കുന്നുണ്ട്. ഈ കമന്റ്സ് ഇടുന്ന എല്ലാവരും ന്യായീകരിക്കാനൊന്നും ഞാൻ നിൽക്കുന്നില്ല. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ ചില ആൾക്കാരുണ്ട് വെറുതെ ഒരു കാര്യവും ഇല്ലാതെ ആൾക്കാർ വിമർശിക്കാൻ നിൽക്കുന്ന. അവരെ കുറിച്ചൊന്നും നമുക്ക് ന്യായീകരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അവർക്ക് കിട്ടേണ്ടത് കിട്ടണം, ഇല്ലെന്നൊന്നും പറയുന്നില്ല. പക്ഷെ അതിൽ ഒരു 10-60% ഈ പറയുന്ന സുധിച്ചേട്ടന് ഇഷ്ടപ്പെട്ടിട്ട് ആ ഇഷ്ടം കൊണ്ട് മാത്രം വിമർശിക്കുന്നവരുണ്ടാവും. ഈ സോഷ്യൽ മീഡിയ ഇതുപോലെ തന്നെയുള്ള റീലാവട്ടെ, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം ആവട്ടെ, യൂട്യൂബ് ആവട്ടെ, അതിലൊക്കെ ഈ ഒരു കമന്റ് സെക്ഷൻ കൊടുത്തിരിക്കുന്നത് തന്നെ ജനങ്ങളുടെ അഭിപ്രായം പറയാൻ വേണ്ടിയാണ്. നിങ്ങൾ ചെയ്യുന്ന കാര്യത്തിൽ ജനങ്ങൾക്ക് തോന്നുന്ന അഭിപ്രായങ്ങൾ, ഇപ്പൊ നിങ്ങൾ ഒരു കാര്യം ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്ന എൻ്റെ അഭിപ്രായം പറയാനാണ് അതിലൊരു കമന്റ് സെക്ഷൻ കൊടുത്തിരിക്കുന്നത്. ആ സെക്ഷനിൽ ആൾക്കാർ അഭിപ്രായങ്ങൾ പറയും. അത് നല്ല രീതിയിൽ അഭിപ്രായങ്ങൾ പറയാൻ എല്ലാവരും ശ്രദ്ധിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. വളരെ മോശമായ അഭിപ്രായങ്ങൾ പറഞ്ഞാൽ ചിലപ്പോൾ അതിൻ്റെ അനന്തരഫലങ്ങൾ ഈ മോശമായി കമന്റ് പറയുന്നവർ സ്വീകരിക്കേണ്ടി വരും. എല്ലാത്ത വർഷം ഈ പറയുന്ന കമന്റുകൾ നല്ല രീതിയിൽ തന്നെ ആ അഭിപ്രായങ്ങൾ ഉൾക്കൊള്ളാൻ ശ്രമിക്കുക. ഇനി ആ കമന്റുകൾ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ ആ കമന്റുകൾ ബ്ലോക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ അതിൽ തന്നെ ഉണ്ട് എന്ന കാര്യം കൂടി മറക്കാതിരിക്കുക. ഇല്ല, ബ്ലോക്ക് ചെയ്ത് പിച്ചക്കാരിയായിട്ട് നടന്നു. ഇവരാണ് ഈ സുധിച്ചേട്ടൻ എന്നെ ഇത്രയും വർഷം കൊണ്ട് നടന്നത് പിച്ചക്കാരിയായിട്ടാണോ കൊണ്ട് നടന്നത്? എന്നെ പിച്ച തണ്ടാൻ വിട്ടോ സുധിച്ചേട്ടൻ? പിച്ചക്കാരിയായിട്ട് നടന്ന അവരങ്ങ് കൺഫേം പറയുക ഞാൻ പിച്ചക്കാരിയായിട്ട് നടന്നെന്ന്. അത് സുധിച്ചേട്ടനും കൂടെ അപമാനിക്കുന്ന രീതിയില്ല അവര് പറഞ്ഞത്. സുധിച്ചേട്ടൻ എന്നെ പിച്ചക്കാരിയായിട്ട് ഇന്ന് വരെ നടത്തിയിട്ടുണ്ടോ? എന്നെ പിച്ച തണ്ടിച്ചിട്ടുണ്ടോ? പുള്ളി 5-6 വർഷം എൻ്റെ കൂടെ ജീവിച്ച മനുഷ്യനാ. ഞാൻ എങ്ങും ഒരു വഴിയിലും പോയിട്ടില്ല, വന്ന വഴി തന്നെയാണ്. അതിന് മറക്കാൻ എനിക്ക് ഇനി അൾസിമേഷസ് വരണം മറക്കാൻ. സുധിച്ചേട്ടനുള്ള സ്നേഹം പൊട്ടി ഒഴുകും ഓരോരുത്തർക്ക്. ഞാൻ ചോദിക്കട്ടെ, ഇതിനു മുന്നേ ഒരുപാട് പ്രശ്നങ്ങൾ വന്നല്ലോ സുധിച്ചേട്ടന് ലോക്ക്ഡൌൺ ടൈമിൽ, എല്ലാവർക്കും അറിയാം. അന്നൊന്നും ഇത്ര ആൾക്കാരെ കണ്ടില്ലല്ലോ ഞങ്ങളാരും. കേട്ടില്ല, വല്ലാത്തൊരു പുച്ഛത്തോടു കൂടിയാണ് ഈ രേണു എന്ന് പറയുന്ന ലേഡി സംസാരിക്കുന്നത്. ഒന്ന് ചിന്തിച്ചാൽ മതി. സത്യം പറഞ്ഞ കൊല്ലം സുധി എന്ന് പറയുന്ന കലാകാരൻ ജീവിച്ചിരുന്നപ്പോഴേക്കാൾ കൂടുതൽ മരിച്ചതിന് ശേഷമാണ് ജനങ്ങൾ ആ വ്യക്തിയെ കുറിച്ച് മനസ്സിലായി തുടങ്ങിയത്. അദ്ദേഹം ഒരുപാട് സിനിമയിലുണ്ടായിരുന്നു. അതേപോലെ തന്നെ സ്റ്റാർ മാജിക് പോലുള്ള ഒരുപാട് പരിപാടികൾ, കോമഡിയും കാര്യങ്ങളൊക്കെ കാണിച്ചിരുന്നതാണ്. പക്ഷെ അദ്ദേഹം മരിച്ചതിന് ശേഷം ആ വ്യക്തി കൂടുതൽ പബ്ലിക്കിലേക്ക് എത്തുകയാണ് ചെയ്തത്. മനസ്സിലായി? അങ്ങനെയാണ് ഈ വ്യക്തിയെ ഇഷ്ടപ്പെട്ടു തുടങ്ങിയത്. ആ ഇഷ്ടമാണ് ഈ രേണുവിലേക്ക് പോയത്. എന്നാൽ രേണുവിൻ്റെ ഇപ്പോഴുള്ള ഈ ആ യാത്രയിൽ പല ഫോൾട്ടുകളും ജനങ്ങൾക്ക് തെറ്റായി തോന്നി, അല്ലെങ്കിൽ ആ യാത്ര പലർക്കും തെറ്റായി തോന്നി. അവരത് വിമർശനവുമായി വരുന്നു. ഇന്റർവ്യൂ തന്നെ ചോദിക്കുന്നുണ്ട്, ഈ കുട്ടി ആ കുട്ടി ലൈക്ക് ചെയ്യുന്നില്ല, അത് ചെയ്യുന്നില്ല, ഇത് ചെയ്യുന്നില്ല ചോദ്യങ്ങളൊക്കെ വരുന്നുണ്ട്. അത് പല രീതിയിലാണ് ഇനി പോകാൻ പോകുന്നത്. സത്യം പറഞ്ഞാൽ ഈ വിഷയങ്ങളെ പരമാവധി ഊതിപ്പെരുപ്പിക്കാതിരുന്നാൽ മതി. പകരം രേണു തന്നെ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതേപോലെയുള്ള വിമർശനങ്ങളെ പരമാവധി കൂടുതൽ ഊതി വീർപ്പിക്കുകയാണ്. ഇതുപോലുള്ള ആരോപണങ്ങളും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള വിമർശനങ്ങളൊക്കെ ഊതി വീർപ്പിക്കും തോറും അവസാനം പൊട്ടിക്കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ വളരെ മോശമായ രീതിയിലായിരിക്കും ഇവർക്ക് അത് നേരിടേണ്ടി വരുന്നത്. അത്രമാത്രമേ ഉള്ളൂ എൻ്റെ അഭിപ്രായങ്ങൾ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ രേഖപ്പെടുത്താം. ഞാൻ പറഞ്ഞത് ശരിയുണ്ടാവാം, തെറ്റുണ്ടാകാം. നിങ്ങൾ ചിന്തിക്കുന്നത് പോലെ ആയിരിക്കില്ല, ചിലപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്ന പോലെ ആയിരിക്കും. എന്തായാലും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. ഓക്കെ, ബൈ. മറ്റൊരു വീഡിയോയിൽ കാണാം.